ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം കൊണ്ട് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യം കുടിക്കുന്നതിന് ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക. രണ്ടാമത്, മൊബൈൽ ഫോൺ ഫുള്ള് റീചാർജ് ചെയ്യുക. പ്രകൃതി ദുരന്തമുണ്ടായാൽ ഇതിനൊന്നും സമയമുണ്ടാകില്ല. എങ്കിലും ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നറിയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. മറ്റു സ്വർണമോ വസ്തുവിൻ്റെ ആധാരമോ മറ്റ് വസ്ത്രങ്ങളോ വിലപിടിപ്പുള്ള മറ്റൊന്നും തന്നെ എടുക്കാൻ നിൽക്കരുത്. കാരണം ഇതൊന്നും നമുക്കുള്ളതല്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കിയതാണെങ്കിലും പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്കുള്ളതല്ല. കാരണം പ്രകൃതി ദുരന്തമുണ്ടായാൽ നമ്മൾ പോലും കാണണം എന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ ആദ്യം സുനാമി വന്നപ്പോൾ കടലിൽ ഒരു സോപ്പ് പെട്ടി കിടന്ന് അലയടിക്കുന്നത് പോലെ ഒരു കാറും കുറേ സാധനങ്ങളും ഇങ്ങനെ തിരമാലയിൽ അലയടിക്കുന്നത് ഞാൻ നേരിട്ട് ടി വിയിൽ കണ്ടു. നേരിട്ടല്ല, ടി വി വാർത്തയിൽ കണ്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. രാവിലെ 9:20 കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ എഴുതി കാണിക്കുന്നു, സുനാമി കേരളത്തിലും എത്താൻ പോകുന്നു, കടൽ തിരമാല അടിച്ചു കയറുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഭയന്നു പോയി. അന്ന് എനിക്ക് 10-26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്, മസ്കറ്റിൽ, ഒമാനിൽ എനിക്ക് നേരിട്ട് അനുഭവമുണ്ടായി. ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ 250 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു. പക്ഷെ അവിടെ സർക്കാർ പറയുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ആ 3 ദിവസം കറക്റ്റായിട്ട് അത് സംഭവിച്ചു, അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. റോഡുകൾ മുറിഞ്ഞു മാറി, ടയോട്ട യാർഡ്, അതായത് വാഹനങ്ങൾ കൊണ്ട് നിറച്ചിടുന്ന യാർഡ് പൂർണ്ണമായി ഒലിച്ചുപോയി. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതിനകത്തായിരുന്നു എൻ്റെയും വർക്ക്. എൻ്റെ വാഹനം മണ്ണുകൊണ്ട് മൂടിപ്പോയി, ടൂൾസുകളൊന്നുമില്ല. ഇതറിഞ്ഞ് നമുക്ക് അവധി തന്നു 3 ദിവസം. പിന്നെ അവിടുന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ സ്ഥലം മാറ്റിയിരുന്നു. അപ്പോൾ ഇത് വലിയ ഒരു വിഷയമായി നിങ്ങൾ കാണണം. വസ്ത്രമോ പ്രമാണമോ മറ്റാഭരണങ്ങളോ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് പോരുക. ഒരുപാട് വാരിക്കെട്ടി സഞ്ചിയിൽ നിറയ്ക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ പോലും ഉണ്ടാകണം എന്നില്ല. ഉണ്ടായാൽ ഭാഗ്യം. ചിലർ മോഷ്ടിക്കുന്നു, ചിലർ അധ്വാനിച്ച് സ്വത്തുണ്ടാക്കുന്നു, ചിലർ പിടിച്ചു പറിച്ച് സ്വത്തുണ്ടാക്കുന്നു. നമ്മളെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും എന്ന് പറയുന്നത് ബന്ധുക്കൾക്കും അവർക്കുമെല്ലാം സ്വന്തമായിട്ട് ഇട്ടുമൂടാനുള്ള പണമുണ്ടാക്കി നിറച്ചാലും ഇവർക്കൊന്നും മതി വരില്ല. പക്ഷേ ഇതിലൊന്നും ഒരു ചില്ലിക്കാശ് പോലും, ഒരു സാധനം പോലും ഇവർക്ക് ഒരു പ്രകൃതി ദുരന്തത്തിൽ ഇവർക്ക് അനുഭവിക്കാനുള്ള വിധി ഉണ്ടാകില്ല. അത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു ബോട്ടിൽ വെള്ളവും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് ഫുള്ള് റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി
സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.